എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് നോക്കുന്നത് വരാൻ പോകുന്ന PSCയുടെ പ്രിലിമിനറി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവിധതരം കമ്മീഷനുകൾ. PSCക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു കമ്മീഷനാണ് ഇത് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2019 ഭേദഗതി പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ വിവരാവകാശ കമ്മീഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് വിവരാവകാശ നിയമം എന്നും വിവരാവകാശ കമ്മീഷൻ എന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് വിവരാവകാശ നിയമം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും PSC എന്താണ് വിവരാവകാശ നിയമം എന്ന് ചോദിക്കില്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് വിവരാവകാശ നിയമം എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ സർക്കാരുകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെയോ ഇന്ത്യയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെയോ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയോ എന്തെങ്കിലും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയണമെങ്കിൽ അവർക്ക് വിവരാവകാശ അപേക്ഷ നൽകിക്കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കും. അത്തരം പൊതുജനങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് ഇതെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് വിവരാവകാശം തേടാൻ കഴിയില്ല. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിവരാവകാശം നേടാൻ പറ്റില്ല. അത് ചില സാഹചര്യങ്ങളാണ് നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ നോർമലി പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യയിലെ സർക്കാരുകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഈ വിവരാവകാശ നിയമം ലോകത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യമാണ് എന്ന് പറയുന്നത് സ്വീഡൻ എന്ന് പറയുന്നത്. സ്വീഡനാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഈ വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ജൂൺ 15 തീയതിയാണ്. 2005 ജൂൺ 15 തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത്. എന്നാൽ അതേ വർഷം തന്നെ ഒക്ടോബർ 12 തന്നെ എന്ത് ചെയ്യുന്നു, ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ 2005 ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 അത് എന്ത് ചെയ്യുന്നു, നിലവിൽ വരികയും ചെയ്തു. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ വരുന്നത് 1997ലാണ്. 1997ലാണ് തമിഴ്നാട്ടിൽ നിലവിൽ വരുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, 2005 ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 നിലവിൽ വരികയും ചെയ്ത ഈ നിയമം എങ്ങനെയാണ് 1997 തമിഴ്നാട് നടപ്പിലാക്കിയത്? സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. അതായത് ഈ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആര് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് 1997 തമിഴ്നാട് സംസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഈ നിയമം നടപ്പിലാക്കി. അത് വിജയകരമായതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് എന്ത് ചെയ്യുന്നു, ഒരു നിയമമാക്കുവാൻ തീരുമാനിക്കുകയും 2005 പാർലമെന്റ് പാസ്സാക്കുകയും അതേ വർഷം തന്നെ എന്ത് ചെയ്തത്, ഇത് നിലവിൽ വരികയും ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു, ഈ ഒരു നിയമം ബാധകമാക്കി. ജമ്മു കാശ്മീർ ഒഴികെ, കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ജമ്മു കാശ്മീർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു, ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇത് തന്നെയാണ്, തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് 1997 എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. ചോദിച്ചിട്ടുള്ള ചോദ്യവും കൂടിയാണ്. അപ്പൊ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആര് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അതോടൊപ്പം നമുക്ക് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് തന്നിരിക്കണം, അതിന്റെ വിവരങ്ങൾ നൽകിയിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തിരിക്കണം, റിപ്ലൈ തന്നിരിക്കണം. ഇനി അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകുന്നതെങ്കിൽ അദ്ദേഹം 35 ദിവസത്തിനുള്ളിലായിരിക്കണം എന്ത് തരേണ്ടത്, നമുക്ക് റിപ്ലൈ തരേണ്ടത്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്
അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകണം. അതേസമയം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകുന്നതെങ്കിൽ അദ്ദേഹം 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയാൽ മതിയാകും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി APJ അബ്ദുൽ കലാം, ഇദ്ദേഹമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെക്കുന്നത്. അതുപോലെ തന്നെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന് പറയുന്ന രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് പറയുന്നത്. അപ്പൊ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ രാജസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. ആ സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് പറയുന്നത്. ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അരുണ റോയി എന്ന് പറയുന്നത്. അരുണ റോയിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇനി 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി നിരവധി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണി എന്ന് പറയുന്നത്. ഷാഹിദ് റാസ ബർണിയാണ് ആദ്യമായിട്ട് എന്ത് നൽകുന്നത്? അപേക്ഷ സമർപ്പിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണി എന്ന് പറയുന്നത്. അപ്പൊ APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന രാജസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുത്തത് അരുണ റോയിയാണ്. ഈ സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഇനി നിരവധി പരീക്ഷകളിൽ ചോദിച്ച ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിവരാവകാശ നിയമമാണ്. ഇനി ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണി എന്ന് പറയുന്നത്. ഷാഹിദ് റാസ ബർണി എന്ന് പറയുന്നത്. ഇനി ഈ വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, 2 ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. അതായത് 2 പട്ടികകളാണ് ഇതിലുള്ളത് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നോർമലി അദ്ദേഹം 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അതിന്റെ മറുപടി നൽകുന്നത്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം. ഇനി നമ്മൾ കൊടുക്കുന്ന അപേക്ഷ നമ്മുടെ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണ് എങ്കിൽ അദ്ദേഹം 48 മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി നൽകിയിരിക്കണം. 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം, അവിടെ കൺഫ്യൂഷൻ ആകരുത്. 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്ത് നൽകിയിരിക്കണം? മറുപടി നൽകിയിരിക്കണം. അതായത് നമ്മുടെ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മാത്രം. നോർമലി എന്ത് തന്നെയാണ്? 30-35 തന്നെയാണ്. നമ്മുടെ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുകയാണെങ്കിൽ 48 മണിക്കൂർ അഥവാ 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ മറുപടി നൽകിയിരിക്കണം. ഇനി നമ്മളൊരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിച്ചു. അത് സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചതിന് അദ്ദേഹം ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസിലെ അധികാരികളിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ട് വന്നാൽ നമ്മൾ അപേക്ഷ കൊടുത്ത് 5 ദിവസത്തിനുള്ളിൽ അത് അദ്ദേഹം ആ അധികാരിക്ക് അയച്ചിരിക്കണം. നമ്മൾ എന്നാണോ അപേക്ഷ കൊടുക്കുന്നത് ആ അപേക്ഷ കൊടുത്ത് ആ ദിവസം മുതൽ 5 ദിവസത്തിനുള്ളിൽ ആ അധികാരിക്ക് എന്ത് ചെയ്തിരിക്കണം? ആ അപേക്ഷ കൈമാറിയിരിക്കണം. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ 250 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പിഴ എത്രയാണ്? 250 മുതൽ 25,000, മാക്സിമം 25,000 രൂപ വരെ എന്ത് ചെയ്യാം? പിഴ ഈടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായ വിവരം നൽകാതിരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ്
അരുണാചൽ പ്രദേശിൽ നിന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് പറയുന്നത്. ഇനി ടെലിഫോണിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അത് ആ സംസ്ഥാനമാണ്, ആദ്യ സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഉത്തർപ്രദേശാണ് വിവരാവകാശ അപേക്ഷ നമുക്ക് ടെലിഫോണിലൂടെ നൽകാൻ സാധിക്കുന്ന ആദ്യ സംസ്ഥാനമാണെന്ന് പറയുന്നത്. ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശമാണ് ഏതെന്ന് പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം എന്ന് പറയുന്നത് കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു. അദ്ദേഹം 30 ദിവസത്തിനുള്ളിൽ മറുപടി തരാതിരിക്കുകയോ ആ ലഭിച്ച മറുപടി നമുക്ക് തൃപ്തികരമല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ആദ്യ അപ്പീല് 30 ദിവസത്തിനുള്ളിലും രണ്ടാമത്തെ അപ്പീല് 90 ദിവസത്തിനുള്ളിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിന്മേൽ കൃത്യമായ മറുപടി 30 ദിവസത്തിനുള്ളിൽ കൃത്യമായ മറുപടി ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ലഭിച്ച മറുപടി നമുക്ക് തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ അപ്പീല് ആ മറുപടി ലഭിച്ച 30 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ അപ്പീലും 90 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീലിനും പോകാൻ സാധിക്കും എന്ന് കൂടി ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുകയാണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി നൽകിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷ കൊടുത്ത് മറ്റേതെങ്കിലും അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് തേടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് 5 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത് 5 ദിവസത്തിനുള്ളിൽ ആ അധികാരിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൈമാറിയിരിക്കണം. ഇനി വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് 250 മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യമായിട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് ഇത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇനി ടെലിഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശമാണ് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ കൃത്യമായ മറുപടി ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ലഭിച്ച മറുപടിയിൽ തൃപ്തികരമല്ല എങ്കിലോ നമുക്ക് ആദ്യത്തെ അപ്പീല് 30 ദിവസത്തിനുള്ളിലും രണ്ടാമത്തെ അപ്പീല് 90 ദിവസത്തിനുള്ളിലും പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കണം. അപ്പൊ ഇത്രയുമാണ് ഇത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-ാം തീയതിയാണ്. 2005 ഒക്ടോബർ 12-ാം തീയതിയാണ് ഇത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്ന അന്ന് തന്നെയാണ് വിവരാവകാശ കമ്മീഷനും നിലവിൽ വരുന്നത്. ഈ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയാണ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഗസ്റ്റ് ക്രാന്തി ഭവൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്, 1 മാർക്ക് പോകും. പുതിയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഇത് CIC ഭവൻ എന്ന് പറയുന്നത്. CIC ഭവൻ ന്യൂഡൽഹി തന്നെയാണ്. CIC ഭവൻ ന്യൂഡൽഹിയാണ് പുതിയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത്. ഈ ഒരു മന്ദിരത്തിന് ഗ്രഗാഫോർ എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് പരിസ്ഥിതി സൗഹൃദ കെട്ടിടം എന്നതിന് നൽകുന്ന ഗ്രഗാഫോർ റേറ്റിംഗ്സ് ഒക്കെ ലഭിച്ചിട്ടുള്ള ആസ്ഥാന മന്ദിരമാണ് ഇത് ഈ CIC ഭവൻ എന്ന് പറയുന്നത്. അപ്പൊ 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു നേരത്തെ ആസ്ഥാനം. ഇപ്പോൾ ആസ്ഥാനം ഏതാണ്? CIC ഭവൻ എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും, അതോടൊപ്പം എന്തുണ്ടായിരിക്കും? 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് ഇത് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇതിനുവേണ്ടി ശുപാർശ ചെയ്യുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്നവരാണ് ആരെ? ഈ കമ്മീഷനെ ശുപാർശ ചെയ്യുന്നത്. ഇവരുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും 10 കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. അപ്പൊ ശുപാർശ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ആ ശുപാർശ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കാലാവധി, അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും
10 ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം PSC ചോദിക്കുകയാണ് എങ്കിൽ ഇതല്ല അതിന്റെ ആൻസർ. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാക്കി 2019 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. അതായത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? 3 വർഷമാക്കി അത് എന്ത് ചെയ്തു? ചുരുക്കി എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ 2 മാറ്റങ്ങൾ പറഞ്ഞു. ഒന്ന്, ആസ്ഥാനം ആഗസ്റ്റ് ഗാന്ധി ഭവൻ അല്ല CIC ഭവൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ള കാലാവധി 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം 2019 വന്ന മറ്റൊരു ഭേദഗതിയാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്, ഇവരുടെ ശമ്പളം. മുമ്പ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സാലറിക്ക് തുല്യമായിരുന്നു. കമ്മീഷണർമാരുടെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ സാലറി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറിക്ക് തുല്യമായിരുന്നു. എന്നാൽ 2019 അമെൻഡ്മെന്റ് പ്രകാരം, ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ഇവരുടെ സാലറി നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ സാലറി നിശ്ചയിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് എന്നതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ സാലറി ആരാണ് നിശ്ചയിക്കുന്നത്? ഇനി മുതൽ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത് കൂടി ഓർത്തിരിക്കുക. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇവര് രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരമെല്ലാം ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് ബജാഗത്ത് ഹബീബുള്ള. ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ബജാഗത്ത് ഹബീബുള്ള എന്ന് പറയുന്നത്. കേന്ദ്രത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ബജാഗത്ത് ഹബീബുള്ള എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് AN തിവാരി എന്ന് പറയുന്നത്. AN തിവാരി എന്ന് പറയുന്നത്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത, കേന്ദ്രത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു എന്ന് പറയുന്നത്. ദീപക് സന്ധു. രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് എന്ന് പറയുന്നത്. സുഷമ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കേന്ദ്രത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ബജാഗത്ത് ഹബീബുള്ളയാണ്. രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ AN തിവാരിയാണ്. ആദ്യത്തെ വനിതാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ദീപക് സന്ധു. രണ്ടാമത്തെ വനിതാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് സുഷമ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. ആഗസ്റ്റ് ഗാന്ധി ഭവനല്ല, ഇപ്പോൾ CIC ഭവൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണറും അടങ്ങുന്നതാണ് എന്ത്? വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത ഒരു ക്യാബിനറ്റ് മന്ത്രി അടങ്ങുന്നതാണ് ശുപാർശ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ ശുപാർശ പ്രകാരം ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാഷ്ട്രപതിക്ക് മുന്നിലാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് എന്ന് ഒന്നുകൂടി ഓർത്തിരിക്കുക. ഇവരുടെ കാലാവധിയാണ് പറഞ്ഞത്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. അത് 2019 ഭേദഗതി പ്രകാരം 3 വർഷമാക്കി കുറച്ചു. അതോടൊപ്പം ഇവരുടെ സാലറി എന്തായിരുന്നു? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ സാലറി കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സാലറിക്ക് തുല്യമായിരുന്നു. അതോടൊപ്പം എന്ത് ചെയ്തു? ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ സാലറി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറിക്ക് തുല്യമായിരുന്നു. അത് മാറ്റി എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നതാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. ആദ്യത്തെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എന്ന് പറയുന്നത് ബജാഗത്ത് ഹബീബുള്ള. രണ്ടാമത്തെ വ്യക്തിയാണ് AN തിവാരി. ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാകുന്ന വനിതയാണ് ദീപക് സന്ധു എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് സുഷമ സിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നോർമലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറഞ്ഞു. അടുത്ത് നോക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-ാം തീയതിയാണ്. 2005 ഡിസംബർ 19-ാം തീയതിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്.
ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും. അതോടൊപ്പം എന്താണ് 10-ൽ കൂടാതെ 8, 9, 7 ഒക്കെ ആകാം, 10-ൽ കൂടാതെയുള്ള എന്തുണ്ടായിരിക്കും, ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ഇവരെ നിയമിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന ശുപാർശ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നായിരുന്നു. ഭേദഗതി പ്രകാരം, അതായത് 2019 ഭേദഗതി പ്രകാരം അതെന്തായി? 3 വർഷം ആയിട്ടുണ്ട്. 3 വർഷം ആയിട്ടുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഈ പോയിന്റുകൾ, അതായത് ഭേദഗതി വന്ന പോയിന്റുകളെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. അത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു കാലാവധി എന്ന് പറയുന്നത്. അത് 2019 അമെൻഡ്മെന്റ് പ്രകാരം എന്താക്കി? 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അഥവാ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിരുന്നു. 2019 അമെൻഡ്മെന്റ് പ്രകാരം എന്ത് ചെയ്തു? ഇത് ഇനി അനുവദനീയം അല്ല. 2019 അമെൻഡ്മെന്റ് പ്രകാരം ഇനി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരായിരിക്കും ഇവരുടെ സാലറി തീരുമാനിക്കുന്നത്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? പാലാട്ട് മോഹൻദാസ് എന്ന് പറയുന്നത്. പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? വിൻസൻ എം പോൾ ആണ് എന്ന് കൂടി ഓർമ്മിക്കുക. അപ്പൊ നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസൻ എം പോൾ ആണ് എന്ന് കൂടി ഓർമ്മിക്കുക. അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19 നിലവിൽ വരുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്നതാണ് ശുപാർശ കമ്മിറ്റി എന്ന് പറയുന്നത്. ഗവർണറാണ് ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിയമിക്കുന്നത്. ഇവരെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതും ഇവരെ റിമൂവ് ചെയ്യാനും ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും എല്ലാം ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. 2019 ഭേദഗതി പ്രകാരം അതെന്താക്കി? 3 വർഷമാക്കി മാറ്റി. അതുപോലെ തന്നെ ശമ്പളം എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ സാലറിക്ക് തുല്യമായിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിരുന്നു. അതെന്ത് ചെയ്യുന്നു? 2019 അമെൻഡ്മെന്റ് പ്രകാരം എന്ത് ചെയ്തു? അതും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതാണ് ഇനി അവരുടെ സാലറി എന്ന് പറയുന്നത്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആരാണ്? സംസ്ഥാനത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് എന്ന് പറയുന്നത്. നിലവിലെ ആരാണ്? വിൻസൻ എം പോൾ ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്.